ഗോപാൽജി വന്നു. ദൈവമേ, അയാളെ സഹിക്കാനുള്ള ശക്തിയും ക്ഷമയും എനിക്ക് തരണേ. അല്ല, ഞാൻ വൈകിയില്ലല്ലോ. ഇല്ല, ഫംഗ്ഷൻ തുടങ്ങിയിട്ട് പോലും ഇല്ല. ഗോപാൽജി അകത്തേക്ക് വരൂ. ഹാപ്പി ബർത്ത്ഡേ ഭാനുമതി അമ്മേ. താങ്ക് യു. കയറി വരൂ. അല്ല, എനിക്ക് ഈ വീട്ടിലേക്ക് കയറാലോ അല്ലേ? അതെന്താ ഗോപാൽജി അങ്ങനെ ചോദിച്ചേ? അല്ല ഗിരി, കഴിഞ്ഞ തവണ അമ്പലത്തിൽ സംഭവിച്ചതുപോലെ ഇറങ്ങിപ്പോവാൻ പറയുമോന്ന് അറിയില്ലല്ലോ. ഒരു ഉറപ്പിന് വേണ്ടി ചോദിച്ചതാ. വിളിക്കാത്ത കല്യാണത്തിന് ഒരുങ്ങിക്കെട്ടി വന്നാ അങ്ങനെ ഓരോന്ന് കേൾക്കേണ്ടി വരും. മഹിമേ, അല്ല, ഈ ഫംഗ്ഷന് ക്ഷണിച്ചിട്ടുണ്ടല്ലോ, പിന്നെന്തിനാ മടിച്ചു നിൽക്കുന്ന? കയറി വരൂ. ഇവളുടെ നാക്കിന് നീളം അല്പം കൂടുതലാ. അച്ഛന് വിഷമമൊന്നും തോന്നരുത്. അതിനേക്കാളും എനിക്ക് കൂടുതൽ വിഷമം തോന്നുന്നത് നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോഴാ. മഹിമയും മഞ്ജുവും എന്നെ കളിയാക്കുന്നതും തകർക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ എന്നോട് ശത്രുത ഉള്ളതുകൊണ്ടാണെന്നെങ്കിലും കരുതാം. നീ എന്റെ സ്വന്തം ചോരയായിട്ട് പോലും എന്നെ തകർക്കാൻ ശ്രമിക്കുന്നവനല്ലേ? നീ അതിന് അവനെ പ്രേരിപ്പിച്ചവളും. ഈ ലോകത്ത് ഞാൻ ആരോട് ക്ഷമിച്ചാലും നിങ്ങളോട് ക്ഷമിക്കില്ല. എന്താ ഗോപാൽജി, ഒരു നല്ല ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നിട്ട് ഇങ്ങനെ ശത്രുതയെ പറ്റി സംസാരിക്കുന്നത് നല്ലതാണോ? ഇങ്ങനെയുള്ള പരിപാടികളിൽ കുടുംബക്കാരെല്ലാം ഒത്തുചേരുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിക്കാൻ കൂടിയല്ലേ? അങ്ങനെയാണെങ്കിൽ മഞ്ജു ഞാനും തമ്മിലുള്ള പ്രശ്നം കൂടെ ഒന്ന് പരിഹരിച്ചതാ ഭാനുമതിയമ്മേ. ഗിരി എനിക്ക് മോനെ പോലെ തന്നെയാ. അവന്റെ ഭാര്യയുമായിട്ട് ഒരു ശത്രുത നിലനിർത്തുന്നത് ശരിയല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ എന്ത് ചെയ്താലാണ് ഈ ശത്രുത അവസാനിക്കുകയെന്ന് മഞ്ജു പറയട്ടെ. ഞാനത് ചെയ്യാൻ തയ്യാറാ. പറ മോളെ, ഇതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെങ്കിൽ നല്ലതല്ലേ? പറയ് ചേച്ചി, എത്ര കാലം എന്ന് വെച്ചാ നമ്മളെ ശത്രുത മനസ്സിൽ കൊണ്ട് നടക്കുക? നീ മിണ്ടാതിരിക്കും മഹിമേ. ചേച്ചി ഒന്നും പറയില്ലെന്നാ തോന്നുന്നേ. ഞാൻ പറഞ്ഞാ മതിയോ? മതി, മോള് പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? അധികമൊന്നും വേണ്ട. ഞങ്ങളുടെ അച്ഛനെ കൊന്നത് താനാണെന്ന് കോടതിയിൽ കുറ്റസമ്മതം നടത്തിയാൽ മാത്രം മതി. കോടതി വിധിച്ച ശിക്ഷ അനുഭവിച്ചതിന് ശേഷം നമ്മൾ തമ്മിൽ ഒരു ശത്രുത ഉണ്ടാവില്ല. അതെന്റെ വാക്കാ.